നമസ്കാരം. പശ്ചിമ ബംഗാളിലെ പരാജയത്തിന് ശേഷം മമതാ ബാനർജി ബി ജെ പിക്കെതിരെ കഴിയുന്ന രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിടുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒരു ദുർബലമായ ശ്രമങ്ങളായി പരിണമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിരോധത്തിൽ എതിരാളികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഭാരതീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളൊന്നുമല്ല. അതിൻ്റെ ഒരു ധാർമ്മികത മാത്രമേ പ്രശ്നമുള്ളൂ. അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാമോ, അത് ശരിയായോ, അത്തരത്തിൽ തരം താഴാമോ എന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. അതിൽ പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ പരാജയത്തിന് ശേഷം നരേന്ദ്രമോദിയും അമിത്ഷായും ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഏതെങ്കിലും പ്രസ്താവനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തലുകളോ വ്യാജ വെളിപ്പെടുത്തലുകളോ ഒക്കെ മമതാ ബാനർജി നടത്തിയെന്ന് വിചാരിക്കുക. അതിൽ രാഷ്ട്രീയപരമായിട്ട് തെറ്റൊന്നും പറയുവാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു നിലവാരം മാത്രമേ അളക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയപരമായി പൊതുവെ ഉപയോഗിച്ച് വരുന്ന രീതിയാണ്. നരേന്ദ്രമോദി അത് ചെയ്യാറില്ല, മമതാ ബാനർജി അത് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അവർ തമ്മിലുള്ള വ്യത്യാസം. അവരുടെ നിലവാരം അളക്കുവാൻ അത് ജനത്തെ സഹായിക്കുമെന്ന് മാത്രം. പക്ഷേ മമതാ ബാനർജിയുടെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാ പരിധികളും അവർ ലംഘിച്ചിരിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനകൾ പോലും അവർ ഇറക്കുന്നു എന്ന് വേണം കരുതുവാനും പറയുവാനും. എന്തായിരുന്നു ആ പ്രസ്താവന എന്നുള്ളതിലേക്ക് വരാം. എല്ലാ കാലത്തും മമതാ ബാനർജി രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണാമഫലവും കൂടിയാണ് അവരുടെ ദയനീയമായ പരാജയം പശ്ചിമ ബംഗാൾ ഭാരതീയർ കണ്ടത്. പശ്ചിമ ബംഗാൾ ജനത അവർക്ക് നൽകിയത് ആ പരാജയം. ഇനി ഇവരുടെ രാജ്യദ്രോഹപരമായിട്ടുള്ള പുതിയ പ്രസ്താവന എന്ന് പറയുന്നത് ഒസ്മാൻ ഹാദി എന്നൊരു വ്യക്തിയുണ്ട്. ബംഗ്ലാദേശിൽ ഭാരതീയ വിരുദ്ധതയ്ക്ക് പേരുകേട്ട് സമീപകാലത്ത് ഉയർന്നു വന്ന ഒരു യുവ നേതാവ്, ഒരു ഭീകരവാദി, ജിഹാദി എന്ന് കരുതിയാൽ മതി. കഴിഞ്ഞ ഡിസംബറിൽ ഭാരതീയ വിരുദ്ധ പ്രസ്താവനകളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു അയാളുടെ രാഷ്ട്രീയ ജീവിതം. ഏത് പൊതുസമ്മേളനത്തിലെത്തിയാലും ഭാരതത്തിനെതിരെ പ്രസംഗിക്കുക, ഭാരതത്തെ നശിപ്പിക്കും പിടിച്ചെടുക്കുമെന്നുള്ള അവകാശവാദങ്ങൾ നടത്തുക. ഇതൊക്കെ ഭാരതീയർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് പശ്ചിമ ബംഗാൾ അതിർത്തി വഴി ഭാരതത്തിലേക്ക് ഭീകരവാദം കടത്തിവിടുവാനുള്ള പുതിയ ഒരു നേതാവോ അല്ലെങ്കിൽ പുതിയൊരു മധ്യവർത്തി കണക്ഷൻ ഉണ്ടല്ലോ, ഒരു മിഡിൽ മാൻ എന്ന് പറയില്ല, അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ളൊരു നേതാവായിരുന്നു ഒസ്മാൻ ഹാദി. കഴിഞ്ഞ ഡിസംബറിൽ അജ്ഞാതരാൽ വെടിവെച്ച് കൊല്ലപ്പെട്ടു. അതിൻ്റെ ആ സംഭവ വികാസത്തെ തുടർന്ന് പശ്ചിമ ബംഗാളിലും വലിയ രീതിയിലുള്ള ജാഗ്രത ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുലർത്തുവാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിർദ്ദേശം നൽകിയിരുന്നു. എന്തോ കാര്യം കൊണ്ട് അത്തരത്തിലുള്ളൊരു നിർദ്ദേശം പശ്ചിമ ബംഗാൾ പോലീസ് കുറേയൊക്കെ പാലിച്ചു. മമതാ ബാനർജിയുടെ ഭരണമായിരുന്നു അക്കാലത്തെങ്കിലും. ഡിസംബറിന് ശേഷം ഒരു മെയ് വരെ അല്ലെങ്കിൽ ഒരു മാർച്ച് വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരം പശ്ചിമ ബംഗാളിൽ നിലവിൽ വരുന്നത് വരെ ഇലക്ഷൻ സംബന്ധിയായി. പക്ഷേ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം കുറേയൊക്കെ പശ്ചിമ ബംഗാൾ പോലീസ് പാലിച്ചു. അതിനെ തുടർന്ന് ഈ ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് കാരണമെന്ന് സംശയിക്കപ്പെടുന്ന രണ്ട് ബംഗ്ലാദേശികളെ പശ്ചിമ ബംഗാൾ പോലീസ് ബംഗ്ലാദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രാഹുൽ എന്ന് വ്യാജപ്പേരിൽ അറിയപ്പെടുന്ന ഫൈസൽ കരീം മസൂദ്, ആലംഗീർ ഹുസൈൻ, ഈ 2 പേരെ പശ്ചിമ ബംഗാൾ പോലീസ് മാർച്ച് 8 അറസ്റ്റ് ചെയ്തു പശ്ചിമ ബംഗാളിൽ നിന്ന്. ബംഗ്ലാദേശിലാണ് ഈ കൊലപാതകം നടന്നതെന്ന് ഓർക്കുക. അപ്പോൾ എത്ര സുഗമമായി അവർ അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലെത്തി എന്നും ഓർക്കുക. ഇത്രയും സംഭവവികാസങ്ങളുണ്ടായി. അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടന്നു. മമതാ ബാനർജി ദയനീയമായി പരാജയപ്പെട്ടു. പലതരത്തിൽ അവരുടെ തൃണമൂൽ കോൺഗ്രസ് ഛിന്ന ഭിന്നമായി പോയി. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് ആരാണ്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് ഇനി എന്താണ് ഭാവി, ഇത് സംബന്ധിച്ച ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേളയിൽ പലതരത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും വ്യക്തിപരമായും ബി ജെ പിയെ മുഴുവനായി ഒരു രാഷ്ട്രീയ എതിരാളി എന്നുള്ള രീതിയിലും ആക്രമിക്കുവാൻ മമത ശ്രമിച്ചുവെങ്കിലും അതെല്ലാം ഒരു ശുഷ്കമായ ശ്രമങ്ങളായി അല്ലെങ്കിൽ തീർത്തും ദുർബലമായൊരു ശ്രമങ്ങളായി അവസാനിക്കുകയാണ് ഉണ്ടായത്. അതേ തുടർന്ന് അവരുടെ ആക്രമണങ്ങളുടെ തീക്ഷ്ണത ഒരു പടി കൂട്ടിയിരിക്കുകയാണ് ഈ ഒസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി. അവർ പറയുന്നത് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി മിണ്ടാതിരിക്കുകയാണ്. എന്നാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ ഒസ്മാൻ ഹാദിയുടെ കൊലപാതകികളെന്ന് സംശയിക്കപ്പെടുന്ന 2 പേരെ, ഫൈസൽ കരീം മസൂദിനെയും ആലംഗീർ ഹുസൈനെയും മാർച്ച് 8 പശ്ചിമ ബംഗാൾ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ എനിക്ക് അമിത്ഷായുടെ പക്കൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു. അമിത്ഷാ എന്നോട് ആവശ്യപ്പെട്ടത് രാജ്യസുരക്ഷയെ കരുതി ഈ വാർത്ത അധികം
പ്രചാരം നൽകാതെ തന്നെ അമർത്തി വയ്ക്കുക അല്ലെങ്കിൽ മൂടി വയ്ക്കുക എന്നുള്ളതായിരുന്നു. ഞാനതനുസരിച്ചു എന്നുള്ളൊരു അവകാശവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു അവകാശവാദത്തിൽ തന്നെ അമിത്ഷാ പറയുകയും മമതാ ദീദി അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം തന്നെ തമാശയാണ്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന് വലിയ കോട്ടമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണിത്. കോട്ടമെന്നുള്ളത് നരേന്ദ്രമോദിയുടെയും ജയശങ്കറിൻ്റെയും നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിൻ്റെയും ഒരു മികവ് കാരണം, കാര്യക്ഷമത കാരണം അത്തരത്തിലുള്ള കോട്ടങ്ങളൊന്നും ഭാരതത്തെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, ഇതിനെയെല്ലാം മറികടന്ന് പോകുവാനും ഭാരതത്തിന് ശേഷിയുണ്ട്. പക്ഷേ ഒരു നാണക്കേടുണ്ടാക്കുന്ന, ഭാരതത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുക എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് നാണക്കേടാണ്. തന്നെയുമല്ല, ഇതൊരു രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനയുമാണ്. ഒരു സാഹചര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഉസ്മാൻ ഹാദിയെ നമ്മുടെ അജ്ഞാതൻ തന്നെയാണ്, നമ്മുടെ സ്വന്തം അജ്ഞാതൻ തന്നെയാണ് ഹൊറിഫൈഡ് ആക്കിയതെന്ന് കരുതുക. മൊസാദൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ റോയും ഇത്തരത്തിലുള്ള രഹസ്യ നീക്കങ്ങൾ നടത്താറുണ്ട് എന്ന് തന്നെ കരുതുക. അതൊരിക്കലും ഒരു രാജ്യത്തിന് തുറന്നു പറയുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി അത്തരത്തിലുള്ള നീക്കങ്ങൾ വളരെ അത്യാവശ്യമാണ് താനും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് ഇല്ലാ കഥകളും മെനഞ്ഞ് മമതാ ബാനർജിയെ പോലൊരാൾ മുന്നോട്ട് വരുന്നത്. അടിസ്ഥാനപരമായിട്ട് ബംഗ്ലാദേശുമായിട്ടുള്ള ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ പുതിയ സർക്കാർ ബംഗ്ലാദേശിൽ ഭരണത്തിൽ ഏറുന്നത് വരെയെങ്കിലും ഒരല്പം വഷളായി തന്നെ തുടരുകയായിരുന്നു. ഒരല്പം എന്നല്ല, വളരെ വഷളായി തുടരുകയായിരുന്നു. ആ വഷളായി തുടരുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഭീകരവാദികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഭാരതത്തിൽ, അല്ലെങ്കിൽ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു മമതാ ബാനർജി. അവർ അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ബംഗ്ലാദേശിൽ ഭാരതത്തിനെതിരെ നിരവധി പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഭാരതത്തിൽ മുസൽമാന്മാർ സുരക്ഷിതരല്ല, അവരെ നാട് കടത്തുന്നു, പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശികളെ നാട് കടത്തുന്നുണ്ടെന്നുള്ളതെല്ലാം സത്യമാണ്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ പോലും പുതിയ സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം ഭാരതവുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് മമതാ ബാനർജിയുടെ ഇത്തരത്തിലൊരു പ്രസ്താവന. ഇനി പുതിയ സർക്കാരിന് ഭാരതവുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഭീകരവാദികൾ, ഈ ഉസ്മാൻ ഹാദിയുടെ പിൻഗാമികളായിട്ട് വരുന്ന കുഞ്ഞു ജിഹാദികളും അതിനനുവദിക്കാത്ത തരത്തിൽ വലിയ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ അഴിച്ചുവിടും. തന്നെയുമല്ല, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി തന്നെ ലക്ഷ്യം വെച്ച് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഇനി അങ്ങോട്ടേക്ക് കൂടുതലാണ് മമതാ ബാനർജിയുടെ ഈ ഒരു പ്രസ്താവന കാരണം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജീവനെ മാത്രമല്ല, ജീവനും സുരക്ഷയും സ്വത്തും എല്ലാം അപകടത്തിലാക്കുക മാത്രമല്ല മമതാ ബാനർജി ചെയ്തിരിക്കുന്നത്, ഭാരതത്തിനെ അന്താരാഷ്ട്ര തലത്തിൽ നാണം കെടുത്തുവാനുള്ളൊരു ശ്രമവും കൂടിയാണ്. അതുതന്നെയാണ് പറഞ്ഞത് രാജ്യവിരുദ്ധതയാണ് എന്നുള്ളത്. ഇനി ഈ ഉസ്മാൻ ഹാദിയുടെ വധത്തെ സംബന്ധിച്ചുള്ള സത്യാസത്യങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിൽ കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ അജ്ഞാതനാണ് ഉസ്മാൻ ഹാദിയെ ഹോറിഫൈഡ് ആക്കിയിട്ടുള്ളതെങ്കിൽ അത് വളരെ നല്ല കാര്യം എന്ന് മാത്രമേ ഭാരതീയർ പറയുകയുള്ളൂ. മമതാ ബാനർജിയെ പോലുള്ള രാജ്യവിരുദ്ധർക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായം അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവർക്ക് സംഭവിച്ച കോട്ടങ്ങളുടെ പേരിലുള്ള അമർഷത്തിൻ്റെ പേരിലോ ഉണ്ടെങ്കിൽ പോലും അതൊന്നും രാജ്യത്തെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവരുടെ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയമുള്ളൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ബാലിശമായൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു കുട്ടിക്കളിയായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. ഈ വ്യക്തി ഒരു രാജ്യവിരുദ്ധയാണ്. ആവശ്യം വന്നാൽ, അവർക്ക് ഗുണകരമാകുമെന്നുള്ള ഒരു ഘട്ടം വന്നാൽ ഭീകരവാദികളെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുവാൻ മടി കാട്ടാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് മമതാ ബാനർജി അവരുടെ സ്വന്തം പേരിൽ ഭാരതത്തിന് മുൻപിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വിശകലനം, ആകെ വിശകലനം. ഈ വിശകലനത്തിൻ്റെ ആകത്തുക പ്രേക്ഷകർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾക്കായി. ഇത്തരത്തിൽ മമതാ ബാനർജിയെക്കുറിച്ചുള്ള ഈ ഒരു വാർത്തയ്ക്ക് നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് അറിയുവാൻ തത്വമയി ന്യൂസിന് തീർച്ചയായും താല്പര്യമുണ്ട്. കാരണം അത്തരം പ്രതികരണങ്ങളിലൂടെ നമുക്ക് സംവാദങ്ങൾ തുടരാം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇനിയും തത്വമയി കുടുംബത്തിൻ്റെ ഭാഗമാകാത്ത നിരവധി പ്രേക്ഷകർ ബാക്കിയുണ്ട്. 40% പേർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തത്വമയി ന്യൂസിൻ്റെ വീഡിയോകൾ കാണുന്നത്. ദുഃഖകരമായൊരു കാര്യമാണ്. തീർച്ചയായും തത്വമയി ന്യൂസിൻ്റെ തത്വമയി ന്യൂസ് എന്ന കുടുംബത്തിൻ്റെ ഭാഗമാകുവാൻ നിങ്ങളെ എല്ലാവരെയും
ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹവുമുണ്ട്. കാരണം ഈ ഒരു യാത്ര, ദേശീയതയോടൊപ്പം ചേർന്നുള്ള യാത്ര നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുവാൻ മറക്കരുത്. അതിലൂടെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.